ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ ശ്ലോകം 105 വരെയാണ് പഠിച്ചു നിർത്തിയത്. 105 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം 513 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 106 മുതൽ 110 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ഞാൻ ശ്ലോകങ്ങളൊന്ന് വായിക്കാം. മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുദ്ഗൗദനാസക്തചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനന മജ്ജാസംസ്ഥ ഹംസവതീ മുഖ്യശക്തിസമന്വിത ഹരിദ്രാനൈകരസിക ഹാകിനീരൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖീ സർവൗദനപ്രീതചിത്ത യാകിന്യംബാസ്വരൂപിണി സ്വാഹ സ്വഥ മതിർമേധ ശ്രുതി സ്മൃതിരനുത്തമാം. 106 മുതൽ 110 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിച്ചത്. ആദ്യത്തെ ശ്ലോകം മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത. 5 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. ആദ്യത്തെ നാമം മൂലാധാരാംബുജാരൂഢ, രണ്ടാമത്തെ നാമം പഞ്ചവക്ത്ര, മൂന്നാമത്തെ നാമം അസ്ഥി സംസ്ഥിത, നാലാമത്തെ നാമം അങ്കുശാദി പ്രഹരണ, അഞ്ചാമത്തെ നാമം വരദാദി നിഷേവിത. ഇനി ആദ്യത്തെ ശ്ലോകത്തിൽ മൂലാധാര അംബുജാരൂഢ, മൂലാധാരമാകുന്ന അംബുജത്തിൽ ആരൂഢയായിരിക്കുന്നവൾ. അപ്പം നമ്മൾ മൂലാധാരം വരെ എത്തി, അതായത് വിശുദ്ധി ചക്രം കണ്ടു. വിശുദ്ധ ചക്രത്തിൽ ഡാകിനി എന്ന ദേവിയായിരുന്നു, ആകാശ തത്വമായിരുന്നു, ഗുണങ്ങൾ ശബ്ദമായിരുന്നു. അടുത്തത് അനാഹതമായിരുന്നു. അനാഹതത്തിൽ രാഗിണി എന്ന ദേവിയെ കണ്ടു. 2 മുഖമുണ്ടായിരുന്ന ദേവിക്ക് വായുതത്വമായിരുന്നു, ഗുണം ശബ്ദവും സ്പർശവുമായിരുന്നു. അടുത്ത ദേവി ലാഖിനി ദേവിയായിരുന്നു, അത് മണിപൂരാബ്ജായിരുന്നു. മണിപൂരാബ്ജത്തിൽ 3 മുഖങ്ങളുള്ള ദേവിയായിരുന്നു, അഗ്നി തത്വമായിരുന്നു, ഗുണങ്ങൾ ശബ്ദവും സ്പർശവും രൂപവും. എന്നാൽ സ്വാധിഷ്ഠാനം, അടുത്തത് സ്വാധിഷ്ഠാനായിരുന്നു. സ്വാധിഷ്ഠാനത്തിൽ അത് ജലതത്വമായിരുന്നു, കാകിനി എന്ന ദേവിയായിരുന്നു. ജലതത്വവും ഗുണങ്ങൾ ശബ്ദം സ്പർശം രൂപം രസവും കൂടെ, അതായത് ജലത്തിൻ്റെ ആ രസവും കൂടെ, ചിരരസം, അതാണ് ജലത്തിൻ്റെ ഗുണം. അപ്പോൾ അതും കൂടെ കൂട്ടി ശബ്ദം സ്പർശം രൂപം രസം, 4 ഗുണങ്ങൾ. ഇനി അടുത്തത് മൂലാധാരമായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചത്, ഇപ്പം പഠിക്കാൻ പോകുന്ന മൂലാധാരത്തിൽ. അപ്പം മൂലാധാര അംബുജാരൂഢ, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. മൂലാധാരം എന്ന് പറയുന്ന നമ്മളുടെ ഷഡാധാരങ്ങളിൽ മൂലാധാരം എന്ന പത്മം എന്ന് പറഞ്ഞാൽ താമര, ആ മൂലാധാരം എന്ന പത്മത്തിൽ അല്ലെങ്കിൽ ആ അംബുജത്തിൽ ആരൂഢ, ആ താമരയിൽ ആരൂഢയായിരിക്കുന്നവൾ, മൂലാധാരം എന്ന താമരയിൽ ആരൂഢയായിരിക്കുന്നവൾ എന്നർത്ഥം.
അത് പൃഥ്വീതത്വമാണ്. പൃഥ്വീതത്വം എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയാണ് അതിൻ്റെ തത്വം. അപ്പം പൃഥ്വീതത്വത്തിൻ്റെ രസം എന്താണെന്ന് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഗന്ധമാണ്. അപ്പം നമ്മൾ മൂലാധാര അംബുജാരൂഢ എന്ന നാമാണ് പഠിക്കുന്നത്. മൂലാധാരം എന്ന പത്മത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നവൾ പൃഥ്വി തത്വമാണ്. ഇതിലെ ദേവി പിന്നീടേ പറയുള്ളൂ, എങ്കിലും ഞാൻ ആദ്യം പറയാം, സാകിനി എന്ന ദേവിയാണ്. അപ്പം മൂലാധാരം എന്ന ഇത് എവിടെയായിരിക്കുന്നേ? ഷഡ ആധാരങ്ങളിൽ ഏറ്റവും താഴെ, 6 ആധാരങ്ങളുള്ളതിൽ ഏറ്റവും താഴെ നമ്മുടെ ബുധത്തിനും ലിംഗത്തിനും നടുവിലായിട്ട് നട്ടെല്ല് വന്ന് ചേർന്നിരിക്കുന്ന ആ സുഷുപ്ന നാഡിയുടെ അഗ്രത്താണ് ഈ മൂലാധാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൽ 4 ദളങ്ങളുള്ള പത്മമാണ്. 4 ദളം എന്ന് പറയുമ്പോൾ 4 അക്ഷരം. എന്തൊക്കെയായിരിക്കും ആ അക്ഷരങ്ങൾ? ആ 4 ദളങ്ങൾ വാ. നമ്മൾ ഇതിനു മുമ്പ് ആദ്യം സ്വരാക്ഷരങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് കാ മുതൽ ഇക്ഷ വരെയുള്ളതാണ് അക്ഷരങ്ങൾ. അതിനെല്ലാം ഓരോ ദേവതമാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൂലാധാരത്തിൽ 4 ദളങ്ങളുള്ള താമര, അതിൽ 4 അക്ഷരം അല്ലേ, 4 അക്ഷരത്തിന് ഓരോ ദേവതമാർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണികയിൽ മൂലാധാരം, അതായത് പരാശക്തി അല്ലെങ്കിൽ സാകിനി എന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് ഈ മൂലാധാരം. അപ്പം ബാക്കി എല്ലാ ആധാരങ്ങളുടെയും മൂലസ്ഥാനം അതാണ് മൂലാധാരം എന്നതിന് പേര് വന്നത്. അത് 4 അക്ഷരങ്ങൾ, 4 ദളങ്ങളെന്നാണ് പറഞ്ഞത്. 4 ദളങ്ങൾ വാ, ശാ, ഷാ, സ. ഇനി അതിൻ്റെ ദേവതമാരാരാന്ന് നോക്കാം. വാസേ വരദ ദേവിയുടെ പേര്. ഇത് ശാസേ ശ്രീ. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ലക്ഷ്മി എന്നൊക്കെ അർത്ഥം, ശ്രീ. ഇനി ഷാസേ ഷണ്ട, സാസേ സരസ്വതി. ഇതാണ് 4 ദേവതമാർ. ഈ 4 അക്ഷരങ്ങൾക്ക് 4 ദേവതമാർ ആരൊക്കെയാ? വരദ, വാസേ വരദ, ശാസേ ശ്രീ, ഷാസേ ഷണ്ഡ, സാസേ സരസ്വതി. ഈ 4 ദേവതമാരാൽ സേവിക്കപ്പെടുന്നവൾ. അതാണ് മൂലാധാര അംബുജാരൂഢ. മൂലാധാരം എന്ന അംബുജത്തിൽ ആരൂഢയായി ഇരിക്കുന്നവൾ. ഇനി ആ ദേവിയുടെ വിശേഷണങ്ങളാണ് അടുത്ത ഇതിൽ പറയുന്ന. അടുത്ത നാമത്തിൽ പഞ്ചവക്ത്ര. ഇപ്പം നമ്മൾ മുമ്പ് 1-ാമത്തെ ഇതിൽ വിശുദ്ധീകരണത്തിൽ 1 മുഖം, അനാഹതത്തിൽ 2 മുഖം, മണിപുരാത്തിൽ 3 മുഖം, സ്വാധിഷ്ഠാനത്തിൽ 4 മുഖം വരെ പഠിച്ചായിരുന്നു. ഇവിടെ മൂലാധാരത്തിൽ വന്നപ്പോൾ 5 മുഖങ്ങളുള്ള ദേവിയാണ്. അതാണ് പഞ്ചവക്ത്ര. വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം, 5 മുഖങ്ങളോടുകൂടിയവൾ. ഇനി ആ ദേവി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അടുത്ത നാമത്തിൽ പറയുന്നു അസ്ഥി സംസ്ഥിത. അസ്ഥി എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നു ഈ ദേവി. ഇനി ആ ദേവിയുടെ ആയുധങ്ങൾ എന്താ? പ്രഹരണ. അതാണ് അങ്കുശാദി പ്രഹരണ. ഈ നാമത്തിൽ പറയുന്നു ദേവിയുടെ ആയുധം. പ്രഹരണ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആയുധങ്ങളെ പറ്റിയാണ്. അപ്പം അങ്കുശം, ആദി. ആദി എന്ന് പറഞ്ഞാൽ മുതലായ. അപ്പം അങ്കുശം മുതലായ ആയുധങ്ങളോടുകൂടിയവൾ. ഇവിടെ മുതലായ എന്ന് പറയുമ്പോൾ അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി അല്ലേ, ആനയെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വലിയ വടി, അതിൻ്റെ അറ്റത്തൊരു കൊളുത്ത്, ആ കൊളുത്ത് കൊണ്ട് കൊളുത്തിയാണ് ആനയെയൊക്കെ നിയന്ത്രിക്കുന്നത്. ആനപ്പാപ്പാൻ എങ്ങനെയാണോ ആനയെ നിയന്ത്രിക്കുന്നത്, അതുപോലെ ദേവി ഒരു തോട്ടിയൊക്കെ പിടിച്ചിട്ട് നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുക, നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും നമ്മളെയും എല്ലാം നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ ദേവിയുടെ കയ്യിൽ അങ്കുശം തോട്ടിയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അങ്കുശം മുതലായ ആയുധങ്ങളോട് കൂടിയവളാണ് ദേവി, ഈ ദേവി. ഈ മുതലായ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ കൂടെ ജ്ഞാനമുദ്ര, അതായത് എന്തൊക്കെയാ, താമര കയ്യിലുണ്ട്, ജ്ഞാനമുദ്രയുണ്ട്, പുസ്തകമുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ പുസ്തകമൊക്കെ കയ്യിലുള്ള ദേവിയാകുമ്പോൾ അത് അറിവിൻ്റെ ദേവിയായിരിക്കും അല്ലേ, സരസ്വതി ദേവിയാകാനാണ് സാധ്യത. അപ്പം അറിവിനെ നമ്മളിലുള്ള അജ്ഞാനത്തെയൊക്കെ മാറ്റി ജ്ഞാനം നൽകി നമ്മളെ സഹായിക്കുന്ന ദേവിയാണ് ഈ ദേവി, അങ്കുശാദി പ്രേരണ. അപ്പോൾ ആ ദേവി
അങ്കുശം മുതലായ ആയുധങ്ങളോടുകൂടിയവളാണ്. ഇനി അടുത്ത നാമമാണ് വരദാതി നിഷേവിത. വരദ മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ വരദ എന്ന ദേവി. അപ്പം നമ്മൾ പഠിച്ചു വാസേ വരദ, ശാസേ ശ്രീ, സാസേ സരസ്വതി അല്ലേ. അപ്പം ഈ 3 ദേവിമാർ. വരദ എന്നത് ആദ്യത്തെ ദേവി. ആ കൂടെ മുതലായ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മറ്റ് ദേവിമാരെയും കൂടെ ചേർത്തു. ആരൊക്കെ? ശ്രീയും സരസ്വതിയും. അപ്പോൾ വരദ, ശ്രീ, സരസ്വതി. ശ്രീ എന്ന് പറഞ്ഞാൽ ഷണ്ഡ, സരസ്വതി മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവളാണ് എന്ന് ഈ ശ്ലോകത്തിൽ 4 നാമങ്ങളെ കൊണ്ട് പഞ്ചവക്ത്ര 5 മുഖങ്ങളോടുകൂടിയവൾ, അസ്ഥി സംസ്ഥിത അസ്ഥിധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, അങ്കുശാദി പ്രേരണ അങ്കുശം മുതലായ ആയുധങ്ങളോടുകൂടിയവൾ, വരദാദി നിഷേവിത വരദ മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പം ആദ്യത്തെ ശ്ലോകം മൂലാധാര അംബുജാരൂഢ, മൂലാധാര പത്മത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നവൾ, പഞ്ചവക്ത്ര 5 മുഖങ്ങളോടുകൂടിയവൾ, അസ്ഥി സംസ്ഥിത അസ്ഥിധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, അങ്കുശാദി പ്രേരണ അങ്കുശം മുതലായ ആയുധങ്ങളോടുകൂടിയവൾ, പിന്നെ വരദാദി നിഷേവിത വരദ മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം 106-ാമത്തെ ശ്ലോകം മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത. അടുത്ത ശ്ലോകം 107. മുദ്ഗൗദനാസക്ത ചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണാഷഡാനന. അപ്പം ഈ ശ്ലോകത്തിലാണ് ആ ദേവിയുടെ പേര് പറയുന്നത്. എവിടെ? മൂലാധാരത്തിലെ ദേവി ആരാന്ന് ഈ ശ്ലോകത്തിൽ പറയും. അപ്പം ആദ്യത്തെ നാമം മുദ്ഗൗദനാസക്ത ചിത്ത. മുദ്ഗൗദനം, ഔദനം ചോറാണ്. മുദ്ഗൗദനം എന്ന് പറഞ്ഞാൽ മുദ്ഗം ദ പ്ലസ് ഗായാണ്. മുദ്ഗം എന്ന് പറഞ്ഞാൽ ചെറുപയർ, ഔദനം അരി. അപ്പം മുദ്ഗൗദനം എന്ന് പറഞ്ഞാൽ അരിയുടെ പകുതി ചെറുപയറും, അതായത് ചെറുപയർ എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി അരി, അല്ലെങ്കിൽ അരി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതി ചെറുപയർ കൂട്ടി അതിൻ്റെ പകുതി ശർക്കരയും ചേർത്ത് നെയ്യും ജീരകവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന, നമ്മൾ സാധാരണ എന്താ അതിന് ഒറ്റ പേര് പറയുമല്ലോ, തമിഴിൽ പൊങ്കൽ എന്ന് പറയും, ചോറുണ്ടാക്കുന്നു. അതിനെയാണ് ഈ മുദ്ഗൗദനം എന്ന് പറയുന്നത്. ഔദനം എന്ന് പറഞ്ഞാൽ ചോറെന്ന അന്നം എന്നാണ് അർത്ഥം. അപ്പോൾ ചെറുപയർ കൊണ്ടുള്ള അന്നം പ്രിയമായിട്ടുള്ളവൾ. ഇവിടെ ആസക്ത ചിത്ത എന്ന് പറഞ്ഞു. അപ്പം ചെറുപയർ ചോറിൽ ആസക്തമായ ചിത്തത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാലോ ദേവിക്ക് ഇഷ്ടമുള്ള ആഹാരമാണ് ഈ മുദ്ഗൗദനം. ചെറുപയർ ചോറ് എന്ന് പറയാം നമുക്ക്. അതിൽ നെയ്യ്, ശർക്കര, ജീരകം ഇതൊക്കെ ചേർത്തിട്ട് പകുതി അരിയും പകുതി പരിപ്പും കൊണ്ട് ഉണ്ടാക്കുന്ന ചോറാണ്. അതാണ് ദേവിക്ക് ഇഷ്ടം. ഇനി ആ ദേവിയുടെ പേരെന്താണെന്ന് പറയുന്നു, സാകിന്യംബാസ്വരൂപിണി. അപ്പോൾ ആ ദേവിയുടെ പേര് സാകിനി എന്നാണ്. അപ്പോൾ ഈ മൂലാധാരത്തിലുള്ള ദേവിയുടെ പേരാണ് സാകിനി ദേവി. സാകിനി എന്ന രൂപത്തോടു കൂടിയവൾ അല്ലേ. നമ്മൾ വിശുദ്ധി ചക്രത്തിൽ പഠിച്ചു ഡാകിനി ദേവി, അനാഹതത്തിൽ രാഗിണി ദേവി, മണിപൂരാബ്ജത്തിൽ ലാകിനി ദേവി, സ്വാധിഷ്ഠാനത്തിൽ കാകിനി ദേവി. ഇനി ഇത് ഇവിടെ മൂലാധാരത്തിൽ സാകിനി ദേവി. സാകിനി അംബാസ്വരൂപിണി. അംബ എന്ന് പറഞ്ഞാൽ അമ്മ. സാകിനി എന്ന സ്വരൂപത്തോടു കൂടിയ അമ്മ എന്നർത്ഥം. അടുത്ത ചക്രത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ സാകിന്യംബാ സ്വരൂപിണി വരെ കൊണ്ട് നമ്മുടെ മൂലാധാരത്തിലുണ്ടായിരുന്ന ആ ദേവിയെ പറ്റി എല്ലാം പറഞ്ഞു അല്ലേ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? 5 മുഖങ്ങളുണ്ട്, അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നു, അങ്കുശം മുതലായ
ആയുധങ്ങളുണ്ട്. വരദ മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നു. മുദ്ഗൗതനാസക്ത ചിത്ത, മുദ്ഗൗതനം പ്രിയമായിട്ടുള്ളവൾ, സാഗിനി എന്ന രൂപത്തോടു കൂടിയവൾ. അടുത്ത ചക്രത്തിലേക്ക് കടക്കാണ്. ആജ്ഞാചക്രാബ്ജ നിലയ, ആജ്ഞ എന്ന ചക്രത്തിൽ നിലയനം ചെയ്യുന്നവൾ. ആജ്ഞ എന്ന ചക്രമാകുന്ന അംബുജത്തിൽ നിലയനം ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രമാകുന്ന പത്മത്തിൽ അല്ലെങ്കിൽ താമരയിൽ വസിക്കുന്നവൾ. ഇനി ഈ ആജ്ഞാചക്രം എവിടെയായിരിക്കുന്നത്? നമ്മളുടെ 2 പുരികങ്ങളുടെ നടുക്ക് ആണ് ആജ്ഞാചക്രം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആജ്ഞാചക്രത്തിലാണ് നമ്മൾ പൊട്ട് തൊടുന്നത്. അതായത് അവിടെ എന്താണത്? ആ തത്വം എന്താണ്? മനസ്തത്വമാണ്. മനസ്സാണ് തത്വം. അപ്പം മനസ്സ് തത്വമായിരിക്കുന്നു. നെറ്റിയിൽ നമ്മുടെ 2 പുരികങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്നു. ഇനി വിശുദ്ധി മുതലായ 5 യോഗിനിമാരെ പറഞ്ഞിട്ട് ആണ് ഇത് പറയുന്നത്. അപ്പോൾ 2 വർണ്ണങ്ങളാണ് ഈ ഇതിനുള്ള ആജ്ഞാചക്ര എന്ന് പറയുന്ന താമരയ്ക്ക്. 2 ഇതളുകളാണ്. 2 ഇതളെന്ന് പറയുമ്പോൾ 2 അക്ഷരം. ഏതൊക്കെയാണ്? ഹായും ഇക്ഷായും. അപ്പം നമ്മൾ ആദ്യം മുതൽ സ്വരാക്ഷരം മുതൽ പഠിച്ചു വരികയാണ്. ഇവിടെ കാ മുതൽ ഇക്ഷ വരെയുള്ള അക്ഷരങ്ങൾ 51 അക്ഷരങ്ങളുമായി. അപ്പം ഇവിടെ 2 ദളങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഹായും ഇക്ഷായും 2 അക്ഷരം. ഇനി ആ ഹാസേ ഹംസിനി എന്നും ഇക്ഷാസേ ക്ഷമാവതി എന്നുമുള്ള ദേവിമാരെ, അവർക്ക് പേര് വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഹാസേ ഹംസവതി, ക്ഷാസേ ക്ഷമാവതി എന്ന പേര്. ഈ 2 ദേവിമാർ നമ്മളുടെ നെറ്റിയുടെ പുരികങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ മനസ്സിനെ തണുപ്പിക്കാനും ശാന്തി നൽകാനുമായിട്ടാണ് നമ്മൾ പുരികത്തിൻ്റെ നടുക്കുകൊണ്ട് പൊട്ട് തൊടുന്നത്. ഇനി ഈ പൊട്ടെന്താണെന്ന് നോക്കാം. അത് ദേവിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അത് വെളുപ്പും ചുവപ്പും കലർന്ന ഇതുകൊണ്ടുണ്ടാക്കുന്ന, അതായത് നമ്മളുടെ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഉണ്ടാക്കുന്ന കുങ്കുമമാണ്. അതിൽ കുങ്കുമപ്പൂവൊക്കെ ചേർക്കാം. കുങ്കുമപ്പൂവ്, സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർക്കാം. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുറച്ച് നാരങ്ങാനീരോ കൂടി ഒഴിച്ചാൽ ഒന്നും കൂടി നല്ല. അപ്പം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് വെളുപ്പും ചുവപ്പും ചേർത്തുണ്ടാക്കുന്ന ആ കുങ്കുമമാണ് ദേവിക്ക് ഇഷ്ടം. അതിൻ്റെ കൂടെ കുങ്കുമപ്പൂവോ സുഗന്ധദ്രവ്യങ്ങളോ ഒക്കെ ചേർത്തിട്ട് ആ ഉണ്ടാക്കുന്ന കുങ്കുമമാണ് ദേവിക്ക് പ്രിയം. അതുകൊണ്ടാണ് മംഗല്യമുള്ള സ്ത്രീകൾ കുങ്കുമപ്പൊട്ട് തൊടുന്നത്. മനസ്സിലായോ? അപ്പോൾ കുങ്കുമം തൊടുന്നതിന് അർത്ഥമുണ്ട്. അപ്പോൾ കുങ്കുമപ്പൊട്ട് എവിടെയാണ് തൊടേണ്ടത്? നമ്മുടെ പുരികങ്ങളുടെ നടുവിൽ. ഇന്ന് പെണ്ണുങ്ങൾ തൊടുന്നതോ കണ്ട എന്തൊക്കെയോ മുറിച്ച് പൊട്ടിൻ്റെ രൂപത്തിലുണ്ടാക്കിയ ആ ഇതൊക്കെയാണ് തൊടുന്നത്. അപ്പോൾ പൊട്ട് തൊടുന്നത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മനസ്തത്വമാണ്. മനസ്സിനെ തണുപ്പിക്കാനും മനസ്സിന് ശാന്തി കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ, ഈശ്വര ചിന്തയുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പൊട്ട് തൊടുന്നത്. കാണാൻ ചിലരൊക്കെ ചന്ദനം തൊട്ടിട്ട് നടുക്ക് കുങ്കുമം തൊടുന്നു. അപ്പം ചന്ദനം വിഷ്ണുവിൻ്റെ ഇതാണ്, കുങ്കുമം ദേവിക്ക് പ്രിയപ്പെട്ട. അപ്പം അവിടെ വിഷ്ണുവിനെയും ദേവിയെയുമാണ് കാണിക്കുന്നത്. ഭസ്മം തൊട്ടിട്ട് താഴെ ഇത് തൊടുന്നു. അപ്പോൾ ഭസ്മം ശിവൻ്റെ ഇതാണ്, ദേവിയുടെ കുങ്കുമവും. അപ്പോൾ രണ്ടും ആകുമ്പോൾ ശിവനും ദേവിയും എന്നൊക്കെ നമ്മളുടെ സങ്കല്പം. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ കുങ്കുമത്തിന് പ്രാധാന്യമുണ്ട്. കുങ്കുമ പൊട്ട് എന്തിനാണ് തൊടുന്നത്? മംഗല്യമുള്ള സ്ത്രീകളാണ് തൊടുന്നത്. അത് ഭർത്താവ് മരിച്ച സ്ത്രീകൾ കുങ്കുമം തൊടാറില്ല. അത് തൊടുന്നത് മംഗല്യമുള്ള സ്ത്രീകൾ. അപ്പം ഇത് പഠിച്ചു, ആജ്ഞാചക്രാബ്ജ നിലയ. ഇനി ആ ദേവിമാരുടെ നിറമാണ് പറയുന്നത്. ശുക്ലവർണ്ണ, ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുത്തത്, വെളുത്ത നിറമുള്ള. വെളുപ്പിൻ്റെ ഗുണമെന്താ? സത്വഗുണമാണ് വെളുപ്പിൻ്റെ ഇത് ഗുണം. അപ്പം സത്വഗുണപ്രിയയാണ് ഈ ദേവി. ശുക്ലവർണ്ണ, ശുക്ലം എന്നാൽ വെളുത്തത്, വെളുത്ത നിറമുള്ളവൾ. ഇനി ആ ദേവിക്ക് എത്ര മുഖമുണ്ടെന്ന് പറയുന്നു അടുത്ത നാമത്തിൽ. ഷഡ് ആനന, 6 മുഖങ്ങളുണ്ട്. ഷഡ് എന്ന് പറഞ്ഞാൽ 6, ആനനം മുഖം, 6 മുഖങ്ങളോട് കൂടിയവളാണ്. അപ്പം മനസ്സ് എന്ന 6ാമത്തെ ഇന്ദ്രിയവും
5 ഇന്ദ്രിയങ്ങളും കൂടെ ചേരുന്നതാണ് ഇത്. അപ്പോൾ അവിടെ 6 മുഖങ്ങൾ എന്ന് പറഞ്ഞു. 6th സെൻസ് എന്ന് പറയില്ലേ, അതാണ് നമ്മളുടെ ഇത്. അപ്പോൾ 6th സെൻസ് അതാ ഷഡാനൻ, 6 മുഖങ്ങളോട് കൂടിയവൾ എന്ന്. ഇനി അടുത്ത നാമങ്ങളിൽ ഇനി ആ ദേവിയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. അപ്പം ഈ ശ്ലോകത്തിൽ നമുക്ക് മുദ്ഗൗതനാസക്ത ചിത്ത, മുദ്ഗം ചെറുപയർ ചോറ് പ്രിയമായിട്ടുള്ളവൾ, സാകിന്യംബ സ്വരൂപിണി, സാകിനി എന്ന ദേവിയുടെ സ്വരൂപത്തോടു കൂടിയവൾ. അത് കഴിഞ്ഞ് ആജ്ഞാചക്രാബ്ജ നില, ആജ്ഞാചക്രം എന്ന താമരയിൽ നിലയനം ചെയ്തിരിക്കുന്നവൾ, ശുക്ലവർണ്ണ വെളുത്ത നിറമുള്ളവൾ, അതായത് സത്വഗുണപ്രധാനിയാണ്. ഷഡാനന 6 മുഖങ്ങളുള്ളവളാണ്. അപ്പം ഈ ശ്ലോകം മുദ്ഗൗതനാസക്ത ചിത്ത സാകിന്യംബ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണ്ണ ഷഡാനനാം. അടുത്ത ശ്ലോകത്തിൽ അടുത്ത നാമങ്ങളോടുകൂടി ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. മജ്ജ സംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത, ഹംസവതി മുഖ്യശക്തി സമന്വിത ഒറ്റ നാമമാണ്. ഹരിദ്രാനൈകരസിക ഹാകിനി രൂപധാരിണി. ഇവിടെ പറയുന്നു മജ്ജാ സംസ്ഥ, ആദ്യത്തെ നാമം മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈ ദേവി സ്ഥിതി ചെയ്യുന്നത് മജ്ജ എന്ന ധാതുവിലാണ്. അപ്പം മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇനി ഹംസവതി മുഖ്യശക്തി സമന്വിത, മുഖ്യശക്തികളായ ഹംസവതി മുതലായവരാൽ ചേർന്നിരിക്കുന്നു. സമന്വിത എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നവൾ. അപ്പം ആരൊക്കെയാണ് ദേവിയുടെ കൂടെയുള്ള ഈ ദേവിയുടെ ശക്തിമാർ? ഹംസവതി മുതലായവർ. ഹംസവതി നമ്മൾ പറഞ്ഞ 2 ദളങ്ങളുള്ള താമരയെന്ന്, ഹായും ഇക്ഷായും. അപ്പോൾ ഹംസവതി, ക്ഷമാവതി അടുത്ത നാം ഇത്. ക്ഷാസെ ക്ഷമാവതി, ഹാസെ ഹംസവതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം മുതലായ ശക്തികളായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവളാണ്. അത് ആ താമരയുടെ മധ്യഭാഗത്ത് കർണികയിൽ ദേവി ഇരിക്കുന്നു. ആ ദേവിയെ ഇവർ ഹംസവതിയും ക്ഷമാവതിയും എന്ന് പറയുന്ന ദേവിയുടെ എല്ലാം ദേവിയുടെ ഭൂതങ്ങളാണ്, അല്ലെങ്കിൽ വിഭൂതികളാണ്. അപ്പോൾ ഹംസവതി, ക്ഷമാവതി മുതലായ ദേവിമാരാൽ സേവിക്കപ്പെടുന്നവളാണ്. അടുത്തതിൽ പറയുന്ന അടുത്ത നാമത്തിൽ പറയുന്നു ഹരിദ്ര അന്ന ഏകരസിക. ഹരിദ്ര എന്ന അന്നം ഏകരസികമായിട്ടുള്ളവൾ എന്ന് പറഞ്ഞാൽ, ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, അന്നം എന്ന് പറഞ്ഞാൽ ചോറ്, മഞ്ഞൾ ചോറ്. ഏകരസിക, ഏറ്റവും ഇഷ്ടമായിട്ട് ദേവിക്ക് രസമായിട്ടുള്ളത് മഞ്ഞച്ചോറ് ഇഷ്ടമായിട്ടുള്ളവൾ, അല്ലെങ്കിൽ മഞ്ഞൾ ചേർത്ത അന്നം പ്രിയമായിട്ടുള്ളവൾ എന്നർത്ഥം. അപ്പം ഹരിദ്ര അന്ന ഏകരസിക, ഹരിദ്ര അന്ന ഏകരസിക, അതൊന്നിച്ച് പറയുമ്പോൾ ഹരിദ്രാന്നൈകരസിക. അടുത്തത് ഹാകിനി രൂപത. ഇങ്ങനെയാണ് ഈ ദേവി ആരാന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൽ നിലയനം ചെയ്യുന്ന ദേവി ആരാ? ഹാകിനി ദേവി. ഹാകിനി എന്ന രൂപത്തെ ധരിച്ചിരിക്കുന്ന ദേവി, അതാണ് ഈ ഹാകിനി ദേവിയാണ് ആജ്ഞാചക്രത്തിലെ ദേവി. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഹാകിനി രൂപ തന്നെ. അപ്പം മജ്ജാ സംസ്ഥ, മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, ഹംസവതി മുഖ്യശക്തി സമന്വിത, ഹംസവതി ക്ഷമാവതി മുതലായ മുഖ്യശക്തികളായ ദേവിമാരാൽ ചേർന്നിരിക്കുന്നവൾ. ഹരിദ്ര അന്ന ഏകരസിക, ഹരിദ്ര അന്ന ഏകരസിക, മഞ്ഞൾ ചേർത്ത ചോറ് പ്രിയമായിട്ടുള്ളവൾ. ഹാകിനി രൂപധാരിണി, ഹാകിനി എന്ന രൂപം ധരിച്ചിരിക്കുന്നവൾ. അപ്പം ഈ ശ്ലോകം മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത, ഹംസവതി മുഖ്യശക്തി സമന്വിത ഒറ്റ നാമം. ഹരിദ്രാനൈകരസിക, ഹാകിനി രൂപധാരിണി 4 നാമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ശ്ലോകത്തിൽ സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവ ആയുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി 5 നാമങ്ങളുണ്ട്. സഹസ്രദള പത്മസ്ഥ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000,
ദളം എന്ന് പറഞ്ഞാൽ അല്ലികൾ അല്ലെങ്കിൽ ദളങ്ങൾ. പത്മം, അതായത് 1000 ദളങ്ങളുള്ള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. മൂർധാവിൽ, നമ്മുടെ നെറുകയിൽ നമ്മൾക്ക് നോക്കിയാൽ കാണില്ല, കാരണം ഇപ്പം അത് ഉറച്ചു പോയി നമ്മളുടെയൊക്കെ മൂർധാവിൽ. കുഞ്ഞു കുട്ടികൾ ജനിച്ച് ഉള്ള കുട്ടികൾ, കൊച്ചു കുട്ടികളുടെ നെറുകയിൽ കാണാം ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു ഒരു ഭാഗം. അത് തൊലി കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ആ കുട്ടി വലുതായി വലുതായി വരും തോറും അത് ഉറച്ചുറച്ച് വരും. ആ സ്ഥാനത്തെയാണ് ഇവിടെ സഹസ്രദള പത്മസ്ഥ എന്ന് പറഞ്ഞ്. അപ്പം അതൊരു ദേവിയാണെന്ന് നമ്മൾ കൂട്ടണം അല്ലേ? ശരിക്കും മരിക്കുമ്പം ആ ഇതിൽ കൂടിയാണ് നമ്മളുടെ ജീവൻ പോകേണ്ടത്. അതിനൊത്തിരി പുണ്യവും സുഹൃതമൊക്കെ ചെയ്യണം. അത് സാധാരണക്കാർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. സാധാരണക്കാരൊക്കെ മരിക്കുമ്പോൾ വായിൽ കൂടെയും പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളതാണ് മൂലാധാരത്തിൽ കൂടെ, അതായത് നമ്മളുടെ വിസർജനീയേന്ദ്രിയത്തിൽ കൂടി ശ്വാസം പോകുന്നത്. ഏറ്റവും നികൃഷ്ടമായിട്ട്, അതായത് കണ്ണുകളിൽ കൂടെയും മൂക്കുകളിൽ കൂടെയും വായിൽ കൂടെയും ഒക്കെ പോകുന്നതാണ് ഉത്തമ മരണം എന്നാണ് പറയുന്നത്. അപ്പം ഏതിലും പോകാം, നമുക്ക് ഒന്നും പറയാൻ നിശ്ചയിക്കാൻ പറ്റില്ല. അവരവരുടെ കർമ്മഫലമനുസരിച്ചാണ് അതൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളുടെ മൂർധാവിൽ, നമ്മളുടെ നെറുകയിലുള്ള ആ സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി, 1000 ദളങ്ങളുള്ള താമരയിൽ, ആ ദേവിയുടെ പേര് യാഗിനി എന്നാണ്. അടുത്ത ഇതിൽ വരും അത്. യാഗിനി എന്ന പേരോടുകൂടി ആ ദേവി സ്ഥിതി ചെയ്യുന്നു അവിടെ. അപ്പം നമ്മളിവിടെ 7 യോഗിനിമാരെ പറ്റിയാണ് പറയുന്നത്. അതിൽ 7ാമത്തെ യോഗിനിയാണ് ഈ യാഗിനി എന്ന യോഗിനി. അത് ഇരിക്കുന്ന സഹസ്രദള പത്മത്തിലാണ്. ഇനി അതിൻ്റെ അടുത്ത നാമത്തിൽ പറയുക എന്താണ് നിറം, അല്ലെങ്കിൽ എന്താണ് ആ ദേവിയുടെ ഇതെന്ന്. അപ്പോൾ സർവവർണ്ണ ഉപശോഭിത എന്നാണ് പറയുന്നത്. എല്ലാ നിറങ്ങളും ചേർന്നതാണ് ആ ദേവി. നിറം എന്നിവിടെ പറഞ്ഞത്, വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം എന്നും അക്ഷരം എന്നും അർത്ഥമുണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് അക്ഷരം എന്നെടുക്കാം. അപ്പം എല്ലാ അക്ഷരങ്ങളും ചേർന്ന ഉപശോഭിക്കുന്ന വളാണ് ഈ ദേവി. അതായത് എല്ലാ അക്ഷരം എന്ന് പറഞ്ഞാൽ 51 അക്ഷരങ്ങളും 51 അക്ഷരങ്ങളാലും ശോഭിക്കുന്നവൾ, സർവവർണ്ണങ്ങളാലും ഉപശോഭിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമത്തിൽ പറയുന്നു സർവ ആയുധധര. അപ്പോൾ ആ ദേവി എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കുന്നു, സർവ ആയുധധര. അടുത്തത് ശുക്ല സംസ്ഥിത. അപ്പോൾ ശുക്ലം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈ ദേവി സ്ഥിതി ചെയ്യുന്നത് ശുക്ലം എന്ന ധാതുവിലാണ്. അപ്പോൾ ശുക്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവശക്തിയായ വീര്യം. ആ ശുക്ലത്തിൽ നിന്നാണല്ലോ നമ്മൾ കുട്ടികളുണ്ടാകുകയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും ദേവിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശുക്ലം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്ന ജീവശക്തിയാണ്. ജീവശക്തി, ആ ജീവൻ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പോൾ അതിൽ ആ വീര്യത്തിൽ അഭിമാനിക്കുന്നവളാണ് ഈ ദേവി ശുക്ല സംസ്ഥിത. അടുത്തതിൽ പറയും സർവതോമുഖി. നമ്മളിവിടെ ഓരോ ദേവിമാരെയും പറഞ്ഞപ്പോൾ 1 മുഖമുള്ളവൾ, 2 മുഖമുള്ളവൾ, 3 മുഖമുള്ളവൾ, 5 മുഖമുള്ളവൾ വരെയൊക്കെ പറഞ്ഞു. ഇവിടെ 6 മുഖങ്ങളുള്ള ദേവി എന്നും പറഞ്ഞു അല്ലേ? ലാസ്റ്റിൽ ഈ ദേവിക്ക് എല്ലാ വശത്തേക്കും മുഖമുണ്ട്. അപ്പം എല്ലാ ഭാഗത്തേക്കും മുഖമുള്ളവളാണ് ഈ ദേവി. അതുകൊണ്ട് ആ ദേവിക്ക് സർവതോമുഖി എന്ന് പേര്. അപ്പം ഈ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ പറ്റിയാണ് പറഞ്ഞത് നമ്മൾ. അപ്പം ഈ ദേവി സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാ വർണ്ണങ്ങളും, എല്ലാ വർണ്ണങ്ങളാലും, എല്ലാ അക്ഷരങ്ങളാലും, 51 അക്ഷരങ്ങളാലും ശോഭിക്കുന്നു. സർവ ആയുധങ്ങളും ധരിച്ചിട്ടുണ്ട്. ശുക്ല എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാ വശത്തേക്കും മുഖങ്ങളുമുണ്ട്. ഇനി അപ്പം ഈ ശ്ലോകം സഹസ്രദള പത്മസ്ഥ സർവവർണ്ണോപശോഭിത സർവ ആയുധധര ശുക്ല സംസ്ഥിത സർവതോമുഖി. ഇനി അടുത്ത ശ്ലോകത്തിൽ ബാക്കി വരുന്നു ഈ ദേവിയെപ്പറ്റി. സർവ ഔദനപ്രീത ചിത്ത, എല്ലാ ഓദനങ്ങളും പ്രിയമായിട്ടുള്ളവൾ. ഓദനം അന്നം, ചോറ്. അപ്പം എല്ലാ അന്നവും പ്രിയമായിട്ടുള്ളവളാണ് ഈ ദേവി. ഏത് തരത്തിലുള്ള എന്തു കൊടുത്താലും ഭക്ഷിക്കും.
ഏത് തരത്തിലുള്ള ആഹാരം, വിവിധ തരത്തിലുള്ള ഏത് ആഹാരം കൊടുത്താലും ദേവി സംതൃപ്തിയോടുകൂടി അത് ഭുജിക്കുന്നു. അപ്പം എല്ലാ അന്നവും പ്രിയമായിട്ടുള്ളവൾ, എല്ലാ അന്നത്തിലും പ്രീതിയുള്ളവൾ എന്നർത്ഥം. അല്ലെങ്കിൽ എല്ലാ അന്നങ്ങളിലും പ്രീതിയുള്ള ചിത്തത്തോടു കൂടിയവൾ പ്രീതചിത്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രീതിയുള്ള എല്ലാ അന്നങ്ങളിലും പ്രീതിയുള്ള ചിത്തത്തോടു കൂടിയവളാണ് ഈ ദേവി. ഇനി ആ ദേവിയുടെ പേര് പറയുന്നു ലാസ്റ്റ്, യാഗിനി അംബാസ്വരൂപിണി. യാഗിനി എന്ന അമ്മയുടെ സ്വരൂപത്തോടു കൂടിയവൾ. യാഗിനി അംബ ഒന്നിച്ച് പറയുമ്പോൾ യാഗിന്യ അംബ, അതായത് ഈ പ്ലസ് ആ വന്നപ്പോൾ അത് ഈയായി മാറി. അങ്ങനെയാണ് യാഗിന്യ അംബാ സ്വരൂപിണി, യാഗിനി എന്ന സ്വരൂപത്തോടു കൂടിയ അമ്മ. അപ്പം സഹസ്രാരദള പത്മത്തിൽ യാഗിന്യ അംബയായി സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പം 7 യോഗിനിമാരും തികഞ്ഞു അല്ലേ? നമ്മൾ 7 യോഗിനിമാരുടെ പേര് ഒന്നും കൂടി പറയാം. ഡാകിനി, രാഗിണി, ലാകിനി, കാകിനി, സാകിനി, ഹാകിനി, യാഗിനി. 7 യോഗിനിമാരെ അത് കഴിഞ്ഞു. അപ്പം ഇതുകൊണ്ട് നമ്മളുടെ മൂലാധാരം മുതൽ എല്ലാം സഹസ്രാരദള പത്മം വരെ 6 ഷഡാധാരങ്ങളും മനസ്സും ആകുന്ന എല്ലാ ഇതും കഴിഞ്ഞ് കുണ്ടലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ശ്ലോകത്തിൻ്റെ ലാസ്റ്റ് ഒരു 4-5 നാമം കൂടിയുണ്ട്. അതായത് ഈ യാഗിന്യംബാ സ്വരൂപിണിയോടുകൂടി ആ നമ്മളുടെ ഷഡാധാരങ്ങളെക്കുറിച്ചുള്ള ഇതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത നാമം സ്വാഹ. സ്വാഹ ലാസ്റ്റ് ഇതിലുള്ളതാണ്. സ്വാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പം യജ്ഞഹോമത്തിലേക്ക് ഓരോ ദ്രവ്യങ്ങളും ഹോമിക്കുമ്പം സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് 3 വിരൽ കൂട്ടി ആ ദ്രവ്യം കയ്യിലെടുത്തിട്ട് സ്വാഹ എന്ന് പറഞ്ഞ് ഇരുന്നു. അപ്പോൾ ആ സ്വാഹ എന്ന് പറയുന്ന മന്ത്രം ദേവിയാണ്. ആ ദേവിയുടെ മന്ത്രം ചൊല്ലിയിട്ടാണ് ദേവന്മാർക്ക് ഈ നമ്മളുടെ ആ യജ്ഞദ്രവ്യം സമർപ്പിക്കുന്നത്. അപ്പോൾ യജ്ഞദ്രവ്യം സമർപ്പിക്കുന്ന ദേവന്മാർക്ക് ഹോമം ചെയ്യുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് ഈ സ്വാഹാമന്ത്രം. അഗ്നി ദേവൻ്റെ ഭാര്യയായിട്ടും സങ്കല്പമുണ്ട് ഈ ദേവിയെ. സ്വാഹാദേവി അഗ്നിദേവൻ്റെ പത്നിയായും സങ്കല്പിക്കുന്നു. ഇനി അടുത്ത നാമം സ്വധ. സ്വധ എന്ന് പറഞ്ഞാൽ പിതൃതർപ്പണത്തിനായിട്ട് ചൊല്ലുന്ന മന്ത്രം ചൊല്ലുമ്പോൾ ആണ് ഈ സ്വധാദേവി. സ്വധാമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതായത് തർപ്പണം ചെയ്യുന്നത് നമ്മൾ മരിച്ചുപോയവർക്കായി അത് പിതൃദേവതയായിട്ടും സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും അറിയപ്പെടുന്നു സ്വധാദേവി. അപ്പം ഇതെല്ലാം ദേവിയുടെ വിഭൂതികൾ തന്നെയാണ് എങ്കിലും. അപ്പോൾ സ്വാഹ ദേവന്മാർക്ക് സമർപ്പിക്കുന്ന യജ്ഞത്തിൽ ചൊല്ലുന്ന മന്ത്രം സ്വാഹ. സ്വധ പിതൃതർപ്പണത്തിനായിട്ട് അർപ്പിക്കുന്ന ആ മന്ത്രം. അടുത്ത നാമം അമതിഹി. അമതിഹി എന്ന് പറഞ്ഞാൽ അവിദ്യാസ്വരൂപിണി. നമ്മളിതിനു മുമ്പ് മതിഹി പഠിച്ചു 445 നാമത്തിൽ. അപ്പം നമ്മൾ പഠിച്ചു മതിഹി എന്നൊരു നാമം പഠിച്ചു 445 നാമം. അതിൽ നമ്മൾ മതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ എന്നാണ് അർത്ഥം പറഞ്ഞത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ അമതിഹി. അമതി അത് എഴുതിയിരിക്കുന്ന ഒന്നിച്ചാണ് സ്വധാമതി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് പഠിക്കുമ്പോൾ നമ്മൾ അമതിഹി എന്ന് എടുക്കണം. അപ്പോൾ അമതി എന്ന് പറഞ്ഞാൽ അവിദ്യാസ്വരൂപിണി. മതി വിദ്യയാണെങ്കിൽ ഇത് അമതി അവിദ്യാസ്വരൂപിണി ആയിരിക്കുന്നു. അടുത്ത നാമത്തിൽ പറയുന്നു മേധ. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്നവൾ. ധാരണാശക്തി എന്നൊക്കെ പറയാം. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള ബുദ്ധി തരുന്ന ദേവിയാണ് ഈ മേധാദേവി. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ മേധയുണ്ടായിരിക്കണം അല്ലേ? അതാണ് ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്ന മേധാദേവി. അടുത്ത നാമം ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാതാവ്. വേദങ്ങളുടെയൊക്കെ മാതാവ് അമ്മയാണ് ശ്രുതി ദേവി.
അപ്പോൾ വേദസ്വരൂപിണിയായി ഇരിക്കുന്നവൾ. അപ്പം നമ്മൾ ശ്രവണ രൂപത്തിൽ പഠിക്കുന്നവർക്ക് ശ്രവണശക്തിയായിരിക്കുന്നു ഈ ദേവി, അല്ലേ? ശ്രവണ പരമ്പര എന്നൊക്കെ പറയാം. വേദം പുസ്തകം നോക്കി പഠിക്കുന്നതും പുരാണങ്ങളെല്ലാം നമ്മൾ പണ്ടൊക്കെ കേട്ട് പഠിക്കുകയായിരുന്നു. ഇപ്പം വേദവ്യാസനാണ് ഈ വേദങ്ങളെല്ലാം നമ്മൾക്ക് എഴുതി വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. അപ്പം ഈ വേദസ്വരൂപിണിയായി ഇരിക്കുന്നവൾ വേദമാതാവ് ശ്രുതി. അപ്പം ശ്രുതി വേദമാതാവ്, വേദസ്വരൂപിണിയായി ഇരിക്കുന്നവൾ. ശ്രവണ രൂപത്തിൽ പഠിക്കുന്നവർക്ക് ശ്രവണ സ്വരൂപമായിട്ട് ദേവി ഇതായിരിക്കുന്നു. വേദം പുസ്തകമൊക്കെ നോക്കി പഠിക്കുന്ന. അപ്പോൾ വേദവ്യാസനെ എഴുതി വച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം നമ്മൾ ഇതായിട്ട് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ്? ശ്രുതി വേദങ്ങളുടെ എല്ലാം മാതാവായിരിക്കുന്നവൾ എന്നർത്ഥം. ഇനി പുരാണങ്ങൾ ഇതിഹാസങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് കേട്ടും, അല്ലേ? എഴുതിയും വായിച്ചുമൊക്കെ. അടുത്ത നാമാണ് സ്മൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ, സ്മരണ എന്നൊക്കെ അർത്ഥം. അതും ഒരു ദേവിയാണ്. അപ്പം പുരാണ ഇതിഹാസങ്ങളെല്ലാം ദേവിമാരാണ്. അങ്ങനെ നമുക്ക് അപ്പം സ്മൃതിയും ശ്രുതിയും ഒക്കെ. ഇനി അടുത്ത നാമത്തിൽ പറയുന്ന അനുത്തമ, ഏറ്റവും ഉത്തമയായവൾ. അപ്പോൾ ദേവി അതുല്യ, അതായത് തുലനം ചെയ്യാൻ വേറൊന്നില്ല, ഏറ്റവും ഉത്തമയായിരിക്കുന്നവൾ അനുത്തമ എന്ന് ലാസ്റ്റ് നാമം. അപ്പോൾ ഈ ശ്ലോകത്തിൽ സർവ്വ ഔദന പ്രീത ചിത്ത, എല്ലാ ഓദനങ്ങളും എല്ലാ അന്നവും സ്വീകരിക്കുന്നതിൽ പ്രീതമായ ചിത്തത്തോടു കൂടിയവൾ, യാഗിനി അംബാസ്വരൂപിണി, യാഗിനി എന്ന സ്വരൂപമായ അമ്മയായിരിക്കുന്നവൾ. സ്വാഹ, ദേവന്മാരുടെ യജ്ഞത്തിലൊക്കെ ഹോമിക്കുന്ന മന്ത്രം, സ്വാഹ മന്ത്രം. അഗ്നിദേവൻ്റെ ഭാര്യയെന്നും സങ്കല്പമുണ്ട്. സ്വധ, പിതൃ കർമ്മങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രമാണ് സ്വധ. പിതൃ പ്രധാനി, അതായത് പിതൃക്കളുടെ ദേവി എന്നും പറയാം. അടുത്തത് അമതിഹി. അമതി എന്ന് പറഞ്ഞാൽ അവിദ്യാസ്വരൂപമായിരിക്കും. നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ചു, അല്ലേ? സുഹൃതിനാം ഭവനേഷു ലക്ഷ്മിഹി, സുഹൃതികളുടെ ഭവനങ്ങളിൽ ലക്ഷ്മിയായിട്ടും പാപികളുടെ ഗ്രഹങ്ങളിൽ അലക്ഷ്മിയായിട്ടും ഇരിക്കുന്നത് ദേവിയാണെന്ന്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഇത്. അമതി അലക്ഷ്മിയാണ്, മതി വിദ്യാദേവി, ലക്ഷ്മി ദേവി എന്ന് പറയാം. അപ്പം മതിയും അമതിയും അവിദ്യാസ്വരൂപയായിരിക്കുന്നവൾ. മേധ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ശ്രുതി വേദമാതാവ്, സ്മൃതി അതൊക്കെ ദേവിമാരാണ്. അപ്പോൾ സ്മൃതി ഓർമ്മയും സ്മരണയും. അനുത്തമ, ഏറ്റവും ഉത്തമയായിരിക്കുന്നു. അപ്പോൾ അവസാനം എല്ലാം ഉത്തമമായിരിക്കുന്നത് ദേവി എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ സർവ ഔദനപ്രീത ചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വഹ സ്വധാ മതിർമേധ സ്മൃതി, അതായത് സ്വധാ അമതി എന്ന് പറയണ്ട, വായിക്കുമ്പം സ്വധാമതിർമേധ എന്ന് പറയണം, വായിക്കണം. അപ്പം സ്വാഹ സ്വധാമതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ. സ്മൃതി അനുത്തമയാണ്, സ്മൃതിരനുത്തമ. ഈ പ്ലസ് ആ വന്നപ്പോൾ അത് രായായി മാറിയതാണ്, സ്മൃതിരനുത്തമ. ഇനി മുഴുവനുമായിട്ട് ഒന്നും കൂടി വായിക്കാം. മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുദ്ഗൗദനാസക്തചിത്ത സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനനാം മച്ചാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാകിനീരൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ലസംസ്ഥിത സർവതോമുഖി സർവ ഔദനപ്രീതചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വാഹ സ്വധാമതിർമേധ
ശ്രുതിസ്മൃതിരനുത്തമാം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം.